ബാക്കിൽ നിന്ന് ആരോ പറഞ്ഞ് പെണ്ണുങ്ങൾ പറഞ്ഞ് കൊച്ചെന്നാ അനങ്ങാതിരിക്കണം. അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് കൊച്ചിനടുത്ത് ഇങ്ങനെ എടുത്തപ്പോൾ കൊച്ചി അനങ്ങാനില്ല. അവളെ ധൈര്യം കൊണ്ട് അവളൊരു കൊച്ചിൻ്റെ മോന്നൊക്കെ ഒരു എട്ടടി അടിച്ച് കൊച്ചി ഇതിങ്ങനെ അനക്കാണെങ്കിൽ. അപ്പം തന്നെ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞ് വേഗം ഗുരുവായൂരപ്പൻ്റെ ഒരു ആശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടു ചെല്ലാൻ മതി. അവിടെ കൊണ്ട് ഹരേ കൃഷ്ണ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ശ്രേഷ്ഠ വചനങ്ങളില്ലാട്ടോ. കാരണം 3 അനുഭവങ്ങളല്ലേ. അനുഭവങ്ങൾക്ക് മീതെ എന്ത് ശ്രേഷ്ഠ വചനങ്ങളാണ് ഞാൻ പറയേണ്ടത്. 2025 നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യാത്ര നടത്തിയപ്പോൾ ഒട്ടനേകം അനുഭവങ്ങൾ, കൃഷ്ണ അനുഭവങ്ങളും ഭക്തജനങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അത് ചെറിയ ചെറിയ വീഡിയോ ആയിട്ടൊക്കെ യൂട്യൂബിൽ ഇടാറുള്ളതാണ്. എല്ലാ ദിവസവും വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾക്ക് അത് മനസ്സിലാകും. അതിലേറ്റവും ശ്രേഷ്ഠമായ 3 അനുഭവങ്ങളെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് ഭഗവാൻ കാവലായി വന്നതും പൂർവാധികം ശക്തിയോടെ തന്റെ മകളെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചതും എല്ലാം ഈ 3 അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും മുഴുവനായി തന്നെ കാണാട്ടോ. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടില്ലല്ലോ, മറ്റൊരു ചാനലും ഇതേപോലെ അനുഭവ വീഡിയോകൾ ഇടുന്നത് ഏറെ കുറവാണ്. കണ്ണനെ കുറിച്ചുള്ള ഈ അനുഭവങ്ങൾ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുവാനായി ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വെക്കുക. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. കൃഷ്ണനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊരു കാണുമ്പോൾ ഒരു സന്തോഷം. പുള്ളിനെ കാണുമ്പോൾ നമ്മൾ പോകാറുണ്ട്. സാധാരണ പോകുമ്പോൾ എന്താ കഴിക്കാറുള്ള പാല് ഭക്ഷണങ്ങളെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ലഘുഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും അവിടെ. ചോറ് അതല്ല അവിടെ വഴിപാടായിട്ട് കഴിക്കാറ്. വഴിപാടെന്ന് പറഞ്ഞാൽ പഴവും ഈ വെണ്ണയും. എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് പറയാമോ? ഇവിടെ ഗുരുവായൂർ വെച്ച് ഞാൻ കൃത്യമായ സംഭാഷണം സത്യമായ കാര്യം പറയാം. എൻ്റെ മോള് എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇല പെൺകുട്ടിനെ ഈ ചോറ് കൊടുക്കാൻ കൊണ്ടുപോയി. അവൾക്ക് നേരെ പനി ഉണ്ടായിരുന്നു. അപ്പോൾ കുളിപ്പിക്കണം രാത്രിയായിരുന്നു. കുളിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുളിക്കാൻ പാടില്ല ശരിക്കും കൊച്ചിന്. കൊച്ചി ചെറിയ കൊച്ചല്ലേ, ഒരു 1.5 വയസ്സ്. ഇവിടെ ഭാര്യ എന്ത് അമ്പലത്തേക്ക് ആയിരുന്നു കുളിക്കാതെ കൊച്ചിനെ കയറ്റാൻ പറ്റില്ല. കൊച്ചിനെ കുളിപ്പിച്ച് സമയത്ത് കൊച്ചിന് പെട്ടെന്ന് പനി കൂടി കൊച്ചിനെ തോളത്തിട്ടേക്കുന്നത്. ബാക്കിൽ ആളാണ് കാണുന്നത്. കൊച്ചി അനങ്ങാതെ കിടക്കുന്നത്. ഞങ്ങൾ അമ്പലം നിറച്ച് ഫുള്ള് ടൈറ്റ് ആൾക്കാർ. ഞാനറിയില്ല. എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. പല ആൾക്കാരും ഇങ്ങനെ പല വശത്തേക്ക് തിരിഞ്ഞ്. എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുടെ കൂടെ മാത്രമേ ഉള്ളൂ. എൻ്റെ ബാക്കിൽ നിന്ന് ആരോ പറഞ്ഞ് പെണ്ണുകൾ പറഞ്ഞ് കൊച്ചെന്നാ അനങ്ങാതിരിക്കണം. അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് കൊച്ചിനടുത്ത് ഇങ്ങനെ എടുത്തപ്പോൾ കൊച്ചി അനങ്ങാനില്ല. അങ്ങനെ കൊച്ചിനെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഓടി. എൻ്റെ എൻ്റെ വായനൊക്കെ പദവന്ന് അത്ര ഞാൻ ഒന്നും കഴിച്ചില്ല, വെളുപ്പിനല്ലേ. പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നിട്ട് ഞാൻ സോഡ എടുത്ത് എൻ്റെ ഭാര്യയ്ക്ക് അവളെ ധൈര്യം കൊണ്ട് അവളൊരു കൊച്ചിൻ്റെ മോന്നൊക്കെ ഒരു എട്ടടി അടിച്ച് കൊച്ചി ഇതിങ്ങനെ അനക്കാണെങ്കിൽ. അപ്പം തന്നെ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞ് വേഗം ഗുരുവായൂരപ്പൻ്റെ ഒരു ആശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടു ചെല്ലാൻ മതി. അവിടെ കൊണ്ടു ചെന്നിട്ട് അപ്പം എൻ്റെ മനസ്സിൽ നിന്നമ്മ എനിക്കൊരു കുട്ടിയുള്ളൂ. എനിക്ക് 2 പിള്ളേരാണ്, പെൺപിള്ളേർ. എൻ്റെ ഒരു കുട്ടിയുള്ളൂ. ഒരാൾ പോയി. ഞാൻ അവരൊക്കെ എന്ത് പറയും, ഞാൻ പെട്ടുപോയി. ഇവിടെ ചത്ത്. എൻ്റെ മനസ്സിലെല്ലാം ഇവിടെ ചത്തോലടക്ക് അനങ്ങണില്ല. വർത്തമാനം പറഞ്ഞാൽ അനങ്ങണമെന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ ഇനി അങ്ങനെ അമ്പലത്തിൽ വേറെ കയറണ്ട, വേഗം നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലാൻ മതി. അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന് പനി കൂടിയാണെന്ന് പറഞ്ഞു. പനി വരാതിരിക്കാൻ ഇനി ശ്രദ്ധിക്കുന്നത്. കൊച്ചിന് കണ്ണട ഉപയോഗിക്കേണ്ട വന്നു. എന്ന് വെച്ചാൽ കണ്ണിന് എന്തൊരു ചെറിയ കംപ്ലയിൻറ്റ് വന്നു. അത് പനിയെ സംബന്ധിച്ചുള്ള സംഭവമാണ്. ഗുരുവായൂരപ്പൻ ഉണ്ടോന്നാണ് ആളിപ്പോൾ ഉണ്ട്. ഇപ്പോൾ അവൾ ഈ വൈറ്റില മോഹൻലാലിൻ്റെ ഒരു ഇതില്ലേ കോളേജ് ലക്ഷ്യ, അവിടെ ഈ CA പഠിക്കണം. 18-19 വയസ്സായി. മൂത്തോള് BCom പഠിക്കുന്നത് ഇവിടെ നമ്മുടെ എടപ്പള്ളിയിൽ. 2 പിള്ളേർ എന്തെങ്കിലും കൊടുത്തോ പിന്നെ വഴിപാടൊക്കെ ചെയ്തു. എൻ്റെ ദൈവമേ, എനിക്ക് 2 ഞാൻ അവൾക്ക് അവളുടെ പ്രായമുള്ള അവളുടെ ഇതിനനുസരിച്ചുള്ള പൈസ കൊടുക്കുന്നത്. അവളെന്ന് വെച്ചാൽ എനിക്ക് സഹായിക്കുന്ന പോലെ കൊടുക്കാൻ ഞാൻ വെയിറ്റിനുള്ള ഇത് ഒപ്പിച്ച് പഴവും എല്ലാം കൂടി ഒപ്പിച്ച് കൊടുത്തു. എനിക്കത് സാധിക്കും. ഞാൻ കൂലിപ്പണിക്കാരനാവുന്നതുകൊണ്ട് ഞാൻ കൊടുക്കാൻ സമ്മതിച്ചു. സത്യം പറഞ്ഞാൽ അവൾ രക്ഷപ്പെട്ട് കിട്ടി. അത് ഗുരുവായൂരപ്പൻ്റെ കഴിവാണ്. അല്ലെങ്കിൽ ആള് പോയി. അവിടെ സാന്നിധ്യമായത് മാത്രമാണ് കിട്ടിയത്. ഉറപ്പ് സത്യം. അല്ലെങ്കിൽ അവൾ പെട്ടുപോയാൽ. ഉറപ്പെന്ന് വെച്ചാൽ ഉറപ്പ്.
ഞങ്ങൾ ഞാൻ ചത്തെന്ന് വിചാരിച്ചു. അനങ്ങളിൽ വെച്ച് അനങ്ങളെന്ന് തീരെ അനങ്ങാതിരുന്നത് വെച്ച് കെട്ടുപോയാണ്. എനിക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മ, ഞാൻ മറന്നു കളയുന്നുണ്ടെങ്കിൽ അത് ഓർക്കുമ്പോൾ ഭയങ്കര നെഞ്ചിന് ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. ഞാൻ മറന്നു കളയായിരുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും അത് എൻ്റെ തലയിൽ തലച്ചോറ് പിന്നെയും കയറി. എന്ന് വെച്ചാൽ എന്തെന്ന് പറയുന്നത് വെച്ചാൽ ആള് മരിച്ചുപോയി, കൊച്ചനങ്ങനില്ല. അങ്ങനെ എൻ്റെ ഭാര്യയും കരയുന്നു. ആരോ ഒരാൾ ചവിട്ടോട് പറഞ്ഞ് മോളൊക്കെ ഒരു അടിയടിക്കാൻ മതി, സ്വന്തം മോളെ അടിച്ച മോളത് ഇങ്ങനെ അടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ജീവനുണ്ടെന്ന്. അപ്പം തന്നെ ഓടി, ഞങ്ങൾ ഓടി. എൻ്റെ കുറേ ആടുന്നവർ ഓടി, ഞങ്ങൾ മിണ്ടുന്നില്ല, ഓടി ഓട്ടോറിക്ഷ പോകാണ്ട് അത്ര ദൂരമുണ്ട്. എന്നാലും ഞങ്ങൾ ഓടി ചെന്നപ്പോൾ അവർ കൊച്ചിനെ കൊണ്ടൊക്കെ എടുത്തി കണ്ണിന് കണ്ണട കൊണ്ടുവന്നു. അത് ഈ ആലുവ ആശുപത്രിയില്ലേ, കണ്ണിൻ്റെ ആശുപത്രി, അതുകൊണ്ട് കണ്ണിന് വെച്ച് വളരെ സൂപ്പർ ഗുരുവായൂരപ്പൻ്റെ കഴിവാണ്. ഞങ്ങൾ അമ്പലം എന്ന് വെച്ചാൽ ഇനി വിടുകയൊന്നുമില്ല, എല്ലാ അമ്പലങ്ങളും ഞങ്ങൾ പോകും. എൻ്റെ മക്കൾക്ക് വേണ്ടി 2 പെൺപിള്ളേരാണെങ്കിൽ എല്ലാവരും പഠിക്കുന്ന മിടിക്ക് പിള്ളേർ. ഒരുത്തിയാണ് ചേച്ചി, ആ മൂത്താണ് വന്നത് നന്ദന, അത് നിരഞ്ജന. ഓക്കെ, അതിൻ്റെ ഒരു ഇതുണ്ട് ആണല്ലേ, ഉണ്ട്. അത് സത്യമായ കാര്യമാണ്. ഗുരുവായൂരപ്പുഴ എന്നാണ് അത്ര ജനം ചെല്ലണത്. ഒന്ന് ആലോചിച്ച് ചോദിച്ചെങ്കിൽ അത്ര ജനം ചെല്ലണമെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ലക്ഷ്യം? നമ്മൾ ഇത്രയും പോലീസുകാർ വന്നിട്ട് നിയന്ത്രിക്കാത്ത കാര്യങ്ങൾ ആ പുള്ളിക്കാരൻ തന്നെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കണം. എല്ലാവരും ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും എത്തിക്കുകയാണ് അല്ലേ? അത്ര ജനങ്ങളെ നോക്കണ്ടേ? സത്യമാണ്, ഒന്നും പറയാനില്ല. നമ്മളൊരു എന്ത് മതമായാലും എന്തായാലും അതൊരു ഭയങ്കര ഇതാണ്. അവസാനമായിട്ട് എന്തുകൊണ്ടായിരിക്കും കൃഷ്ണൻ എല്ലാവർക്കും ഇത്ര ഇഷ്ടം? കൃഷ്ണൻ എല്ലാ റോളിലും അഭിനയിക്കും, എല്ലാ റോളും. ദുഃഖത്തിൽ കൂട്ടുവെക്കും, പ്രേമത്തിൽ കൂട്ടുവെക്കും, കള്ളത്തരത്തിൽ കൂട്ടുവെക്കും, ചതിയിൽ കൂട്ടുവെക്കും. എന്നാലും പുള്ളിക്ക് ഒരു സത്യമുണ്ട് എല്ലാ കാര്യത്തിലും. ഒരു കൈ എപ്പോഴും ചൂണ്ടി കാണുന്നു പുള്ളിക്ക്. 5 കൂട്ടത്തിൽ പുള്ളിക്ക് ഇതുണ്ട്. ഓക്കെ, കൃഷ്ണൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു തുലാഭാരം വഴിപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് തീർത്ഥം കൊണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അന്ന് ഒരുപാട് നമ്മളവിടെ പോവെങ്കിലും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തവണ പോയപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പൈസ കൂടുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവിടെ ഉള്ളിൽ പോയി തുലാഭാരത്തിന് കയറിയപ്പോഴാണ് നമുക്ക് വെറും 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത്രയും നാൾ ഞങ്ങളൊരു 2-3 വർഷത്തോളം ഞങ്ങളത് ചെയ്യാതെ നടന്നു. പൈസ ഒരുപാടാവും എന്നുള്ളൊരു തോന്നൽ നമ്മളത് ചെയ്യാതെ നടന്നു. പക്ഷേ ഈ 20 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തതെന്ന്. ആ തുലാഭാരം കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ കണ്ടോടുകൂടി പിന്നെ നമുക്ക് കരച്ചില വന്നത്. ഇത്രയും ചെറിയൊരു കാര്യത്തിന് നമ്മൾ ഇത്രയും വൈകിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അതൊരു അനുഭവം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ കാര്യത്തിനും അദ്ദേഹം തന്നെ തീരുമാനിക്കണം എന്നൊരു അനുഭവം അവിടെ നമുക്ക് മനസ്സിലായി. നമ്മൾ തൃക്കൈവെണ്ണ, പിന്നെ എന്താ പറയുക കദളിപ്പഴം, അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കൂടുതൽ ഇപ്പോൾ ഒരു ഫാൻറ്റസി പോലെ ഇപ്പോൾ ഒരു ഫാൻറ്റസി നമ്മളൊരു ഇതുപോലെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ മുന്നിൽ വന്നിട്ട് അതിലും വരം വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ചോദിക്കുക, ഒരു ആഗ്രഹം ചോദിക്കുകയാണെങ്കിൽ എന്താ അങ്ങനെ ഇപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഇല്ല. കാരണം ഗുരുവായൂരപ്പൻ എല്ലാം ആണ്. ആള് കൂടിയുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും ചോദിക്കില്ല. നമ്മളിതുപോലെ ഗുരുവായൂരപ്പനെ തൊഴാൻ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. എന്തായാലും വൈഫിനും കുട്ടിനൊക്കെ അവർക്ക് ഒരുപാട് തൊഴണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി. പക്ഷേ എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരാൾ പറയാനുണ്ടായി പോകുമ്പോൾ വെറും കൈയോട് പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞാനാരും കാണാതെ ഇവർ ലൈൻ നിർത്തിയിട്ട് എൻ്റെ കയ്യിൽ 10 ഉറുപ്പിക ഉണ്ടായിരുന്നു, ഒരു കദളിപ്പഴം മേടിച്ചത്. അത് ഞാൻ ആരും കാണാതെ കയ്യിൽ മറച്ച് വെച്ചിട്ട് ഞാൻ ഗുരുവായൂരപ്പയുടെ സങ്കടത്തിൽ പറഞ്ഞു എൻ്റെ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞതിൽ വെച്ച്. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത മാസം വിളിക്കും എനിക്ക് ഒരു പെടലെ പഴം വയ്ക്കാനുള്ള ഇത് ഉണ്ടാക്കി തന്നു. അത് ഭയങ്കര ശക്തി തന്നെയാണ്, അതൊന്നും പറയാമല്ല. കൃഷ്ണൻ്റെ കാര്യം എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാം. കുറേ നമ്മളെ ഇട്ട് കളിപ്പിക്കും, അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷിക്കും. പക്ഷേ എല്ലാ പരീക്ഷ എടുത്തതിന് അവസാനം നമുക്ക് അതിനൊരു തെളിവുണ്ടാക്കി തരുന്നതാണ്. ജയ് ഗുരുവായൂരപ്പ. കുറിച്ച് പറയാന്ന് വെച്ചാൽ ഒരു കാര്യം പല കാര്യമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ വിളിച്ച വിളിപ്പുറത്താണ് ഗുരുവായൂരപ്പൻ. അത് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. എൻ്റെ മോന് ഒരു പഠിപ്പിൻ്റെ കാര്യമായിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് എൻ്റെ മോന് ഒരു സീറ്റ് BSc നഴ്സിങ്ങിനൊരു സീറ്റ് എനിക്ക് പൂനെയിലൊരു കോളേജിൽ കിട്ടി. അത് ഭഗവാന്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ടാണ്.
ഒരുപാട് ഭഗവാന്റെ അടുത്ത് അതിന് ഒരുപാട് ഇത് എത്ര പ്രാർത്ഥിച്ചാലും മതിയാവില്ല. അങ്ങനെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഗുരുവായൂർ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്നിട്ട് ഗുരുവായൂരപ്പനെ ഒരുപാട് ഭജിക്കുന്ന ഒരാളാണ്. വഴിപാട് പായസം, ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം കഴിക്കും, വെണ്ണ, തിരുമുടിമാല അതൊക്കെ കഴിക്കും. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട് ഓരോ അനുഭവങ്ങളും? ശരിക്കും പറഞ്ഞാൽ ഈ അനുഭവ വീഡിയോകൾ കേൾക്കുമ്പോൾ അത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണ് നനഞ്ഞേക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം നേരിട്ട് കേൾക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. ചിലതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നാറുണ്ട്. എന്തായാലും ഓരോ ക്ഷേത്രയാത്രകൾ നടത്തുമ്പോഴും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ തിരിച്ചറിയാറുണ്ട് കേട്ടോ. സ്ഥിരമായി കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതിൽ പരം മറ്റെന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? എന്തായാലും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത്, മടിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്കും ഭഗവാന്റെ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായച്ചാൽ അതും താഴെ എഴുതിക്കൊള്ളുക കേട്ടോ. മറ്റുള്ള ഭക്തജനങ്ങൾക്ക് തീർച്ചയായും ഇവയെല്ലാം ഒരു പ്രചോദനമായിരിക്കും. ശരി, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അനുഭവ വീഡിയോ ആയതുകൊണ്ട് തന്നെയും അത് നമ്മൾ സ്പോൺസറിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സാധാരണ നമ്മൾ അനുഭവ വീഡിയോകൾ അങ്ങനെ ഉൾപ്പെടുത്താറില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്രയാത്രകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.